ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ചിക്കൻ കറി ആട്ടോ വെക്കാൻ പോണത്. ചിക്കൻ വെക്കണതൊന്നും വല്ലാതെ കാണിച്ചില്ല. ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയില്ലേ. അപ്പോൾ കുറച്ച് പൊരിച്ചും വേണം, കുറച്ച് കറിയും വെക്കരുതാണ്. ഞാൻ രണ്ടിനും കൂടി ഇല്ലത് ഒന്നിച്ച് പിന്നെ നമ്മൾ മസാല കൂട്ടി വെക്കണ കൂട്ടത്തിലെല്ലാം കൂടി കൂട്ടി കുഴച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ അയക്കില്ലതും മറ്റേതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അയക്കണ്ടിടാം. അങ്ങനെയാണ് കേട്ടോ വെക്കണത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്നുകൊണ്ട് നെക്കിക്കോളി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇതിനുള്ള ചിക്കൻ ഇവിടെ കുറച്ചുള്ളൂ വെക്കുക. കാരണം ഇവിടെ ഞങ്ങൾ മൂന്നാളുള്ളെങ്കിൽ ഞാൻ ചിക്കൻ കൂട്ടൂല. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ ചിക്കനെ കൊണ്ട് കറി വെച്ചാലും പറ്റൂല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതിന് കുറച്ച് കറിയും വെക്കാം, കുറച്ച് പിന്നെ പൊരിച്ചും ചെയ്യാതിരിക്കുക കേട്ടോ. അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. എന്നിട്ട് അതിക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിക്കണം. ഇനി മൊത്തം ചിക്കനും അതിക്കിട്ടുകാണ്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ പൊരിച്ചാലേ മാറ്റാം, പൊരിച്ചുങ്ങാണ്ടില്ലത് മാറ്റാം. മറ്റേ ഈ കറിക്ക് തന്നെ ഇട്ട് കൊടുക്കാതിങ്ങാണ്ടാണ്. അപ്പം ഇങ്ങനെ ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ നമ്മൾ പല രീതിക്കും വെക്കുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു രീതിക്ക് ഇതേപോലെ വെക്കാത്ത പോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. രസമൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടാത്ത ഞാൻ ആ രസമുണ്ട് എന്ന് പറയുന്നതല്ലേ. എന്നാലും നമ്മൾ ഉപ്പൊക്കെ നോക്കും അങ്ങനെ. അപ്പം ഞാൻ ആ ചട്ടിയിൽ നിന്ന് അത് കോരി മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി കേട്ടോ. വലിയുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും. ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കുരുമുളകും ഇതെല്ലാം കൂട്ടി ചതച്ചത് ഞാൻ ആ മിക്സ് ചെയ്തപ്പോൾ അതിലിട്ട് കുഴച്ചിരുന്നു കേട്ടോ നല്ലോണം. അത് നമ്മളിങ്ങനെ ഇതാക്കി വെച്ചതുകൊണ്ട് അതതിൽ പിടിച്ചിക്കും. അപ്പം പിന്നെ അത് ഞാൻ തീക്ക് ഇടുന്നില്ല, അത് നമ്മൾ അങ്ങനെ തന്നെ ഒഴിച്ചിക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ പിന്നെ ഉള്ളിയൊക്കെ വയന്ന് വന്നപ്പോൾ അതിക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് ഈ കറി ആയിട്ടോ. പിന്നെ ഇത് 4 കഷ്ണം മാറ്റി വെച്ചു. അപ്പം ചിക്കനും പൊരിച്ചതും ചിക്കൻ കറിയും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. ഇതിപ്പോൾ കൂട്ടാൻ പറ്റാത്തവർക്ക് ഇനിയിപ്പോൾ മറ്റേത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇച്ചിരി വേണമല്ലോ. എഴുതിയാണ് ഞാൻ ഇച്ചിരി വെണ്ടക്ക എടുത്തുങ്ങാണ്ട് അത് വിഴുക്ക് വരട്ടുകയാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെണ്ടക്കയും വട്ടത്തിലരിഞ്ഞങ്ങാണ്ട് എടുത്തിക്കണ്. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ ചട്ടിയിൽ ഞാൻ ആദ്യം 4 പപ്പടം ഉണ്ട്, അത് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ പൊരിച്ചെണ്ണയിൽ തന്നെ ഇതും വേവിച്ചെടുക്കുക. എഴുതിയാണ് 2 എണ്ണയൊന്നും വേറെ എടുക്കണില്ല. ഇച്ചിരിയൊക്കെ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എണ്ണയ്ക്ക് ലാഭം കിട്ടും. അപ്പം അതിനാട്ടോ ഞാൻ ആദ്യം അതിൽ പപ്പടം പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടേ മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തിന്നോളും. മറ്റേത് സ്കൂളിൽ കൊണ്ടുപോയി തിന്നണ മാതിരിയൊന്നും വീട്ടിൽ നിന്ന് തിന്നൂലല്ലോ. സ്കൂളിൽ നിന്ന് പിന്നെ ഒരു ഇരുത്തി തീറ്റിച്ചായതുകൊണ്ട് തിന്നും. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് കൊടുക്കണമൊന്നും അന്ന് വേണ്ട ഇത് വേണ്ട അറിഞ്ഞുകൊണ്ടേക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കൂളില്ലാത്ത അന്നൊന്ന് മാറ്റി ഉണ്ടാക്കി കൊടുത്താൽ തിന്നോളും എന്ന് വിചാരിച്ച് ചിക്കനാട്ടെന്ന്. അപ്പം അങ്ങനെ പപ്പടം പൊരിച്ചൽ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതണ്ട് അടച്ച് വെച്ചിട്ട് ആ ചട്ടിക്ക് ഈ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ കടുക് പൊട്ടിച്ച് പിന്നെ അതിന് ഞാൻ 2 ഉഴുന്നും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അത് രണ്ടും കൂടിയും കൂട്ടിങ്ങാണ്ടാണ് കടുക് പൊട്ടിച്ചിക്കണത്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിക്കണം. പച്ചമുളകും എല്ലാം കൂടിയും കീറിയിട്ടത് ഞാൻ അയക്കാണ്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് എണ്ണയിൽ കിടന്നുകാണ്ട് നല്ലോണം വെന്ത് വരട്ടെ. അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നല്ല വെയിലാണ്. ഉച്ചക്കത്തെ വിശേഷങ്ങളാട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ.
സബ്സ്ക്രൈബൊക്കെ ഒന്ന് എല്ലാവരും മടിച്ച് നിൽക്കാതെ ഒന്നാണ് ചെയ്തോളൂ. പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കടയിൽ നിന്ന് കുറച്ച് സാധനം കൊടുന്നതേന്, അത് അവിടെ തന്നെ ഇട്ടിക്കാണ്, അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ കരുതി. ഉലുവ ഉണ്ടായിരുന്നില്ല, ഉലുവ പിന്നെ ഹാർപ്പിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വാങ്ങിക്കൊടുന്നാട്ടോ. പിന്നെ സോപ്പും പൊടി. അപ്പോൾ അതാ നമ്മളെ വെണ്ടയ്ക്കൊക്കെ വെന്തു. പിന്നെ ചിക്കനും വെണ്ടയ്ക്കയും ഒക്കെ ആയി. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കാം. നല്ല വെയിലാട്ടോ, ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ ഇറങ്ങിയതാട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും, നല്ല നല്ല വീഡിയോസുമായിട്ട്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി. വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടാൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.